ഹലോ, നമ്മളെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം പോയിട്ട് എങ്ങനെ കഴിക്കുക ആ സെയിം ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഇതൊരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും ഇതിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് കേട്ടോ. എന്നിട്ട് ഇത് അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു പകുതി സവാളയും കൂടി ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ സ്പ്രിംഗ് ഓനിയനും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഇതെല്ലാം നല്ലോണം വാട്ടിയെടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് റൈസ് ആഡ് ചെയ്തിട്ട് നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ. ഇനി അതിലേക്ക് ഇത് ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5-10 ബീൻസും ഒരു ക്യാരറ്റും കൂടി ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിന്ന് 2 മിനിറ്റ് മാത്രം വാട്ടിയെടുത്താലും മതി കേട്ടോ. നല്ലോണം വെന്ത ഉടനെ പോകരുത് ഒരിക്കലും. എന്നിട്ട് അതൊന്ന് വാട്ടി വന്നതിനാൽ ഞാനിതിൽ മാഗി ക്യൂബും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 മാഗി ക്യൂബ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റൈസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് അത് കൂട്ടും കുറക്കും ചെയ്യട്ടെ. എന്നാൽ മാത്രം നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കിട്ടുന്ന സെയിം ടേസ്റ്റ് കിട്ടും. അല്ലാണ്ട് നമ്മൾ എങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലും ആ ടേസ്റ്റ് നമുക്ക് കിട്ടാനേ പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ ഫ്ലേവർ കിട്ടുന്ന ഐറ്റം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എരിവിനനുസരിച്ചിട്ട് പെപ്പർ പൗഡറെല്ലാം കൂട്ടും കുറക്കലും ചെയ്യട്ടെ. ഇനി ഇത് നമ്മൾ ആ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് 2-3 മുട്ടയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് മുട്ടയെല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വെജിറ്റബിൾസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് നമ്മൾ റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ ബസ്മതി റൈസ് ഒരു 10-20 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് വേവിച്ചെടുക്കുന്ന റൈസ് ഒരു 1/4 ഭാഗം വേവായി കഴിഞ്ഞാൽ നമുക്ക് ഊറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഈ വെജിറ്റബിൾസിൽ ഒരു സ്പൂണ് സോയ സോസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റൈസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. എന്നാലും മാത്രം ആ വെജിറ്റബിൾസിൻ്റെ എല്ലാ ഫ്ലേവർ നമ്മൾ റൈസിലേക്ക് പിടിക്കും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനിടയ്ക്ക് നമ്മൾ കുറച്ചധികം സ്പ്രിംഗ് ഓനിയനും ഒരു പകുതി ക്യാപ്സിക്കം കൂടി നല്ലോണം ചെറുങ്ങനെ ചോപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. എന്നാൽ അതിൻ്റെ ഫ്ലേവറിൽ അതിലേക്ക് പിടിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇതിലാരും മല്ലിയിലയൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ. അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. ഇതിൻ്റെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കണേ. എന്നാൽ ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കട്ടെ. ഞാനിത് ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.